വെരി സ്ട്രോങ് ആണ് അവർ. ഇൻഡിപെൻഡന്റ് തിങ്കിങ് ഉള്ള ഒരുപാട് ഈ യാത്ര ആഗ്രഹിക്കുന്ന സ്ത്രീകൾ കേരളത്തിലുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി നമ്മളൊരു യൂറോപ്പ് ടൂർ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് വിമൻ ഓൺലി. ഏറ്റവും ആദ്യത്തെ ഒരു വുമൻ ട്രാവലർ എന്ന് പറയുകയാണെങ്കിൽ ഒരു ഫ്രഞ്ച് വുമൻ, ഹെർ നെയിം ഈസ് ഐ തിങ്ക് ജീൻ ബാരറ്റ്. അത് ഒടുങ്ങാത്ത ആവേശം, ഈ ലോകം കാണാനുള്ള ആ ആവേശത്തില് ലോകം ചുറ്റി കാണാൻ വേണ്ടിയിട്ട് ഒരു ഷിപ്പില് അവർ യാത്ര ചെയ്തു. അവരും ഷിപ്പിലാണ് യാത്ര ചെയ്തത് എന്നത് 17ാം നൂറ്റാണ്ടിലാകുന്നുണ്ട്. ഷീ ട്രാവൽഡ് ഡിസ്ഗൈസിങ് ആസ് എ മാൻ. ആൺവേഷം കെട്ടിയിട്ടാണ് അവര് യാത്ര ചെയ്തത്. അന്നത്തെ കാലത്ത് ഒറ്റയ്ക്ക് സ്ത്രീകൾക്ക് പോകാൻ പറ്റില്ല. അത് അവരുടേതായിട്ടുള്ള അവരുടെ ആ ചിന്തകളും സംശയങ്ങളും സേഫ്റ്റി ആസ്പെക്റ്റും കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിലുണ്ടായിരിക്കാം. ബട്ട് ഷീ മെയ്ഡ് എ ഹിസ്റ്ററി. പക്ഷെ അതിൽ നിന്ന് നമുക്കിപ്പോ ഒരുപാട് വ്യത്യാസം വന്നു. പ്രത്യേകിച്ച് ഈ കോവിഡ് പാൻഡമിക് എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ യാത്രകളെ കംപ്ലീറ്റ് മാറ്റിമറിച്ചു. അതിന്ന് ഉണ്ടായ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് സോളോ വിമൻ ട്രാവലേഴ്സിന്റെ നമ്പേഴ്സ് ഒരുപാട് കൂടി. അപ്പൊ വെൻ വി സേ സോളോ ട്രാവൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് പേരുകൾ നമുക്ക് വരും. ഇപ്പൊ ഈ ഫോർ എക്സാമ്പിൾ ഏറ്റവും ആദ്യം സ്പേസിലേക്ക് യാത്ര ചെയ്ത ഓക്കെ, അപ്പൊ ആ സ്പേസിന്റെ കാര്യം പറയുകയാണെന്നുവെച്ചെങ്കിൽ നമ്മുടെ മുന്നിൽ ഇന്ത്യയിൽ നിന്ന് പോയ 2 ധീര വനിതകളുണ്ട്, കൽപ്പന ചൗള, സുനിത വില്യംസ്. നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കേരളത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പ്രത്യേകിച്ച് വിമൻ ആർ വെൽ എഡ്യൂക്കേറ്റഡ്, വെരി സ്ട്രോങ് ആണ് അവർ. ഇൻഡിപെൻഡന്റ് തിങ്കിങ് ഉള്ള ഒരുപാട് ഈ യാത്ര ആഗ്രഹിക്കുന്ന സ്ത്രീകൾ കേരളത്തിലുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി നമ്മളൊരു യൂറോപ്പ് ടൂർ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് വിമൻ ഓൺലി. അപ്പൊ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100% ആ സേഫ്റ്റി ഫ്രം ദ ഡേ 1 അവസാനിക്കുന്നത് വരെ. അതിന്റെ കൂടെ നമ്മളൊരു വളരെ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാഫ് ആയിരിക്കും അവരുടെ കൂടെ അക്കമ്പനി ചെയ്യുന്നത്, ടൂർ മാനേജറായിട്ട്.